നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇത് വെറുമൊരു ക്ഷേത്രമാണോ? അല്ല, ഇതൊരു മിസ്റ്ററിയാണ്. വെൽത്താണ്, പവറാണ്, പൊളിറ്റിക്സാണ്, സിവിലൈസേഷൻ ഐഡന്റിറ്റിയാണ്. ഒരു വലിയ ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്നും ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഡിബേറ്റ്സ് അവസാനിക്കാത്തത്? 2011 ഇന്ത്യ മുഴുവൻ ഞെട്ടിയ ഒരു വർഷമായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചില രഹസ്യ അറകൾ തുറന്നപ്പോൾ ലോകം കണ്ടത് അൺബിലീവബിൾ ട്രഷറായിരുന്നു. ടൺ കണക്കിന് സ്വർണം, വജ്രങ്ങൾ, പുരാതന നാണയങ്ങൾ, അമൂല്യമായ ആഭരണങ്ങൾ. ആ നിമിഷം മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രം സ്പിരിച്വാലിറ്റി മാത്രമല്ല, ഗ്ലോബൽ ഹെഡ്ലൈനായി മാറി. പക്ഷേ ഇവിടെ ഒരു അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഇത്രയും വെൽത്ത് ഉണ്ടായിരുന്നത്? കാരണം ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ വെറും ആരാധനാലയങ്ങൾ മാത്രമായിരുന്നില്ല, അവ എക്കണോമിക് പവർ സെൻറ്റേഴ്സ് ആയിരുന്നു. ജനങ്ങൾക്ക് അവരുടെ വെൽത്ത് ദൈവത്തിന് സമർപ്പിച്ച് ജീവിച്ചു. രാജാക്കന്മാർ ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചു. സാമൂഹിക സാമ്പത്തിക ശക്തി പലപ്പോഴും ക്ഷേത്രങ്ങളുമായി കണക്റ്റായിരുന്നു. ഈവൻ ട്രാവൻകൂർ രാജവംശവും അതിൻ്റെ ഭാഗമായിരുന്നു. മഹാരാജാവ് മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. അതിനുശേഷം ട്രാവൻകൂർ രാജാക്കന്മാർ സ്വയം പത്മനാഭദാസന്മാർ എന്ന് വിളിക്കാൻ തുടങ്ങി. അതും ഒരു സിംബോളിക് മെസ്സേജ് ആയിരുന്നു. രാജാവിന് മുകളിലൊരു അതോറിറ്റി ഉണ്ട് എന്ന മെസ്സേജ്, ഡിവിനിറ്റി. ഇനി ലോകം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് മറ്റൊരു കാരണത്താലാണ്, വോൾട്ട് ബി, ഇന്നും തുറക്കാത്ത ആ രഹസ്യ അറ. അതിനെക്കുറിച്ച് നിരവധി വിശ്വാസങ്ങളുണ്ട്. ചിലർ പറയുന്നു അത് സെഞ്ചുറീസ് പഴക്കമുള്ള സേക്രഡ് ചേംബർ ആണെന്ന്. ചിലർ പറയുന്നു അത് തുറക്കുന്നത് ദുരന്തമുണ്ടാക്കുമെന്നാണ്. അതൊരു പഴയ വിശ്വാസമാണ്. ചിലർ അത് മിത്തോളജി എന്നും ഡിസ്മിസ് ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം സത്യമാണ്, വോൾട്ട് ബി ഇന്നും മനുഷ്യൻ്റെ ഇമാജിനേഷനെ പിടിച്ചിരുത്തുന്നു. കാരണം മോഡേൺ വേൾഡ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും മിസ്റ്ററി എപ്പോഴും മനുഷ്യനെ ആകർഷിക്കുന്നു. ഇനി മറ്റൊരു വലിയ ചോദ്യം, ഈ ക്ഷേത്രത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കേണ്ടത് ആരാണ്? ട്രാവൻകൂർ റോയൽ ഫാമിലിയാണോ, കോർട്ടാണോ, ഗവൺമെൻറ് ആണോ? ഇതാണ് ഇന്നും തുടരുന്ന വലിയ ഡിബേറ്റ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്ഷേത്ര അഡ്മിനിസ്ട്രേഷനെക്കുറിച്ച് നിരവധി ലീഗൽ ബാറ്റിൽസ് നടന്നു. സുപ്രീം കോർട്ട് വരെ വിഷയമെത്തി. ചിലർ പറഞ്ഞു ട്രഡീഷണൽ സംവിധാനങ്ങൾ സംരക്ഷിക്കണം, മറ്റു ചിലർ പറഞ്ഞു മോഡേൺ ട്രാൻസ്പെറൻസി ആവശ്യമാണ്. പക്ഷേ ഈ ഡിബേറ്റിന് പിന്നിൽ മറ്റൊരു ഡീപ്പർ ഫിയർ ഉണ്ട്. ഇന്ത്യയിലെ ഏൻഷ്യൻ ടെമ്പിൾസ് ഗ്രാജ്വലി സ്റ്റേറ്റ് കൺട്രോളിലേക്ക് പോവുകയാണോ? ഇതാണ് പല ഭക്തരുടെയും കൺസേൺ, പ്രത്യേകിച്ച് കേരളത്തിൽ. ക്ഷേത്ര അഡ്മിനിസ്ട്രേഷനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് വളരെ ഇമോഷണലാണ്. കാരണം പലർക്കും ക്ഷേത്രങ്ങൾ റിലീജിയൻ മാത്രമല്ല, സിവിലൈസേഷൻ ഐഡന്റിറ്റി കൂടിയാണ്, ഹെറിറ്റേജാണ്, ചരിത്രമാണ്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഐറണി, ഇന്ത്യയിലെ പല പുരാതന ക്ഷേത്രങ്ങളും ഇന്ന് കോടിക്കണക്കിന് രൂപ ജനറേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കണമെന്ന ഡിബേറ്റ് ഇന്നും ക്ലിയർ അല്ല. ഇതാണ് ഈ വിഷയത്തെ പൊളിറ്റിക്കലാക്കുന്നത്, സ്പിരിച്വലാക്കുന്നത്, ഇമോഷണലാക്കുന്നത്. ഇനിയൊരു കറണ്ട് റിയാലിറ്റി, ഇന്ന് ഇന്ത്യയിൽ സിവിലൈസേഷൻ കോൺഷ്യസ്നസ് ശക്തമാവുകയാണ്. കാശി കോറിഡോർ, മഹാകാൽ കോറിഡോർ, രാം മന്ദിർ, ടെമ്പിൾ റെസ്റ്റോറേഷൻ പ്രോജക്ട്സ്, ഇവയെല്ലാം ഒരു വലിയ ഷിഫ്റ്റ് കാണിക്കുന്നു. ഇന്ത്യ വീണ്ടും തൻ്റെ സിവിലൈസേഷൻ ഐഡന്റിറ്റിയെ തുറന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള വിഷയങ്ങൾ വീണ്ടും നാഷണൽ ഡിസ്കഷൻ ആകുന്നത്. കാരണം ഇത് വെറും ഹിസ്റ്ററി അല്ല, പ്രസൻറ്റും ഫ്യൂച്ചറുമാണ്. ഇനി മറ്റൊരു അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഡിബേറ്റ്സ് ഇത്ര സെൻസിറ്റീവ് ആകുന്നത്? കാരണം ക്ഷേത്രങ്ങൾ ഫെയ്ത്തിന് മാത്രമല്ല, പവർ കൂടിയാണ്, ഐഡന്റിറ്റി കൂടിയാണ്, മണി കൂടിയാണ്, ഇൻഫ്ലുവൻസ് കൂടിയാണ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് സ്പിരിച്വാലിറ്റിയിൽ മാത്രം അവസാനിക്കാത്തത്, പൊളിറ്റിക്സിലേക്കും കോർട്ടിലേക്കും മീഡിയയിലേക്കും പോകുന്നത്. അവസാനം പത്മനാഭസ്വാമി ക്ഷേത്രം വെറുമൊരു ക്ഷേത്രമാണോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സിവിലൈസേഷൻ പവറിൻ്റെ ജീവിച്ചിരിക്കുന്ന പ്രതീകമാണോ? വോൾട്ട് ബി ഒരിക്കൽ കൂടി തുറക്കണമോ, അല്ലെങ്കിൽ ചില മിസ്റ്ററീസായി തന്നെ തുടരണമോ? ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? ഗവൺമെൻറ് ആണോ, കോർട്ടാണോ, അല്ലെങ്കിൽ സെഞ്ചുറീസായി ആ ട്രഡീഷൻ സംരക്ഷിച്ചവരോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമൊന്ന് കമൻറ്റ് ചെയ്യൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.